വെൽക്കം ബാക്ക് ടു അംബ്രലീസ സ്റ്റോറീസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോക പ്രശസ്തനായ ക്രിസ്റ്റി ബ്രൗണിൻ്റെ കഥയാണ്. ക്രിസ്റ്റി ബ്രൗൺ ലോകത്തെ പ്രചോദിപ്പിച്ച ഒരു അത്ഭുത മനുഷ്യനാണ്. ശരീരപരമായ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ ആത്മവിശ്വാസം, ധൈര്യം, പരിശ്രമം എന്നിവ കൊണ്ട് ലോകം മുഴുവൻ അറിയുന്ന എഴുത്തുകാരനും ചിത്രകാരനുമായി അദ്ദേഹം മാറി. ക്രിസ്റ്റി ബ്രൗൺ 1932 ജൂൺ 5 അയർലൻഡിലെ ഡുബ്ലിൻ നഗരത്തിൽ ജനിച്ചു. അദ്ദേഹം ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ജനിച്ചത്. വീട്ടിൽ വളരെ കുട്ടികളുണ്ടായിരുന്നു. ക്രിസ്റ്റി ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് സെറിബ്രൽ പാൽസി എന്ന രോഗം ഉണ്ടായിരുന്നു. ഈ രോഗം കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭൂരിഭാഗങ്ങളും ശരിയായി പ്രവർത്തിച്ചില്ല. കൈകളും കാലുകളും ശരിയായി നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. സംസാരിക്കാനും നടക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പലരും അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ക്രിസ്റ്റിയുടെ അമ്മ അതിനെ വിശ്വസിച്ചില്ല. ക്രിസ്റ്റിയുടെ അമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അവൾ തൻ്റെ മകൻ സാധാരണ കുട്ടികളെപ്പോലെ പഠിക്കുകയും വളരുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം ചെറിയ ക്രിസ്റ്റി നിലത്ത് കിടക്കുകയായിരുന്നു. അടുത്ത് ഒരു ചോക്ക് കഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്റ്റി തൻ്റെ ഇടത് കാലുവിരലുകൾ ഉപയോഗിച്ച് ആ ചോക്ക് പിടിച്ചു. തുടർന്ന് അദ്ദേഹം നിലത്ത് എ എന്ന അക്ഷരം എഴുതാൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. എൻ്റെ മകന് കഴിയും എന്ന് അവൾ ഉറപ്പിച്ചു. അത് ക്രിസ്റ്റിയുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. അമ്മയുടെ സഹായത്തോടെ ക്രിസ്റ്റി പതുക്കെ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ഇടത് കാലുപയോഗിച്ച് എഴുതാനും വരയ്ക്കാനും പഠിച്ചു. അത് എളുപ്പമായിരുന്നില്ല. പലപ്പോഴും അദ്ദേഹം വീണു, പലതവണ പരാജയപ്പെട്ടു. എന്നാൽ അദ്ദേഹം ഒരിക്കലും പിന്മാറിയില്ല. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്റ്റി നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം കഥകളും കവിതകളും എഴുതുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും എഴുത്തുകളും കണ്ടപ്പോൾ ആളുകൾ അതിശയിച്ചു. ക്രിസ്റ്റി ബ്രൗൺ പിന്നീട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി. അതിൻ്റെ പേര് മൈ ലെഫ്റ്റ് ഫുട്ട് എന്നാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ ബാല്യകാലം, രോഗം, ബുദ്ധിമുട്ടുകൾ, അമ്മയുടെ സ്നേഹം, തൻ്റെ വിജയങ്ങൾ എന്നിവയെക്കുറിച്ച് തുറന്നെഴുതിയിരുന്നു. ഈ പുസ്തകം ലോകമെമ്പാടും വളരെ പ്രശസ്തമായി. നിരവധി ആളുകൾക്ക് ഇത് വലിയ പ്രചോദനമായി. പിന്നീട് ഈ കഥയെ അടിസ്ഥാനമാക്കി ഒരു സിനിമയും ഉണ്ടായി. ക്രിസ്റ്റി ബ്രൗൺ പിന്നീട് നല്ല എഴുത്തുകാരനും ചിത്രകാരനുമായി. നിരവധി പുസ്തകങ്ങളും ചിത്രങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചു. ഒരു കാലത്ത് ഇവനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ക്രിസ്റ്റി ബ്രൗണിൻ്റെ ജീവിതം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും മനസ്സിന് ശക്തിയും പരിശ്രമവും ഉണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ നേടാം. ഒരു അമ്മയുടെ വിശ്വാസവും സ്നേഹവും ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ കഴിയും. താങ്ക് യു.